നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഇന്ത്യ വിഭജിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടുകയും പാകിസ്ഥാൻ എന്നൊരു പുതിയ രാജ്യം ഉണ്ടാകുകയും ചെയ്തു. ആ പാകിസ്ഥാൻ ഉണ്ടായതിന്റെ കാരണം എന്താണ്? മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ രക്ഷയില്ല എന്നും മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാജ്യം തന്നെ ഉണ്ടാകണമെന്നും ശാഠ്യം പിടിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിന്റെ നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന. രാഷ്ട്രപിതാവാണ് പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഭജനത്തിന്റെ ഉത്തരവാദി ആരാണ്? മുസ്ലിം ലീഗാണ്. അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുമാണ്. ആ ഭീകരനെ കുറിച്ച് കൂടി നമ്മൾ അനുസ്മരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ആ ഭീകരനെ മാത്രം അനുസ്മരിച്ചാൽ മതിയോ? ചരിത്രം പരിശോധിക്കുമ്പോൾ മുഹമ്മദ് അലി ജിന്ന മാത്രമാണോ ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാരൻ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിഭജിച്ച് ഹിന്ദുക്കളുടെ രാജ്യവും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ രാജ്യവുമാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട നേതാവിന്റെ പേര് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ പേരാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപക നേതാവായ വീർ സവർക്കർ, വി.ഡി. സവർക്കർ. വി.ഡി. സവർക്കറാണ് ടു നേഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിശദീകരണവും ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഒന്നിച്ചു ജീവിക്കുന്ന ഒരു രാജ്യമാകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമാണ്. ഹിന്ദുക്കളുടെ പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് മാത്രവുമല്ല, അവരുടെ ഹോളി ലാൻഡ്, പരിശുദ്ധ ഭൂമിയും ഇന്ത്യ തന്നെയാണ്. എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ലല്ലോ. അവർ കടന്നു വന്നവരല്ലേ. അവരുടെ പിതൃഭൂമി ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം, പക്ഷെ അവരുടെ ഹോളി ലാൻഡ്, പരിശുദ്ധ ഭൂമി ഇന്ത്യയല്ല, അത് മക്കയോ മദീനയോ ആണ്. അപ്പൊ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ താമസിച്ചുകൂടാ. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു രാജ്യമാണെന്നും മുസ്ലിങ്ങളെ പുറത്താക്കണമെന്നും അവർക്ക് വേണമെങ്കിൽ മറ്റൊരു രാഷ്ട്രം ഉണ്ടാക്കി നൽകാമെന്നും പറഞ്ഞ ആദ്യത്തെ നേതാവിന്റെ പേര് വി.ഡി. സവർക്കർ എന്നാണ്. അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ലീഗിനും മുഹമ്മദ് അലി ജിന്ന അടക്കമുള്ള നേതാക്കൾക്കും അപകടം മണത്തു. അവർ തീരുമാനിച്ചു, ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രം എന്നൊരു ആശയം മുന്നോട്ട് വെക്കണമെന്ന്. യഥാർത്ഥത്തിൽ 1940 ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനമാണ് പാകിസ്ഥാൻ പ്രമേയം, പാകിസ്ഥാൻ റെസല്യൂഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ പ്രമേയം പാസ്സാക്കുന്നത് അതിന് 3 വർഷം മുമ്പ് തന്നെ വി.ഡി. സവർക്കർ ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോ നമ്മൾ ഈ പറയുന്ന മുഹമ്മദ് അലി ജിന്നയെ മാത്രം ഓർത്താൽ പോരല്ലോ, വി.ഡി. സവർക്കറെയും നമ്മൾ ഓർമ്മിക്കണമല്ലോ. കാരണം ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന്റെ പ്രധാന ഉത്തരവാദികളിൽ ഒരാൾ